ഹലോ ഫീവ്സ്. സോ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് ഞാനൊരു കോമ്പറ്റീഷനിൽ മലയാളി മംഗ പോലൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ് ടെക്നോ പാർക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ പല റൗണ്ട്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലിസ്റ്റായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് ഫിനാലെ ആണ് ഫ്രം 1:30. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് റാം വാക്ക് പോലും ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും. പിന്നെ കുറേ വർഷമായി നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് സ്കൂളിലെന്തോ ചെയ്താന്ന് തോന്നുന്നു ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. പിന്നെ അതേസമയം എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ഒരുങ്ങിയൊക്കെ പോകാമെന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ച് സെൽഫ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ലൈക്ക് നെയിൽസ് ഒന്ന് സെറ്റാക്കണം, ഒരു ഫേസ് മാസ്ക്, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് പാർലറിൽ പോയിട്ട് അവിടെ റെഡി ആവണം. ഡ്രൈപ്പിങ്ങും ഇതും പിന്നെ മുടി ഞാൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മുടി എനിക്ക് ഒന്ന് അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പരിപാടികളുണ്ട്. എന്തുമാത്രം വ്ളോഗിൽ വരുമെന്ന് എനിക്കറിയില്ല ആക്ച്വലി. അപ്പം എനിക്കറിയില്ല, രാവിലെ എഴുന്നേറ്റൊക്കെ ഉണ്ട് കേട്ടോ, എന്താ തീരുമെന്ന് അറിയത്തില്ല. സോ എക്സൈറ്റഡ് അറ്റ് ദ സെയിം ടൈം എനിക്ക് നല്ല ടെൻഷനും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കാണാം. ഞാൻ ചിയാസീഡൊക്കെ വെള്ളത്തിലെടുത്തിട്ടു കേട്ടോ, അതെടുത്തു. ഇനി എനിക്ക് ഒന്ന് ഫേഷ്യൽ ഹെയർ കളഞ്ഞിട്ട് എനിക്ക് ഫേസ് മാസ്ക് ഒക്കെ ഒന്നിടണം. അപ്പം തുടങ്ങാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നമ്മുടെ ടൂൾസ് എടുക്കാം. അപ്പോൾ ഇതൊരു ഹെഡ് ബാൻഡാണ്. ഞാനിത് മിനിസോന്ന് വാങ്ങിയതാണ്. ഇത് ആക്ച്വലി നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ഫേസിൽ വല്ല ഫേസ് പാക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ ഈ ബേബി ഹെയർസ് ഈ ഫേസ് മാസ്കിലേക്ക് വന്ന് വീഴും, എന്നിട്ട് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ റിമൂവ് ചെയ്യുമ്പം. അപ്പോൾ ഇതുള്ളപ്പം ഈ ബേബി ഹെയർസിനെല്ലാം നമുക്കൊന്ന് ഒതുക്കി വെക്കാൻ സഹായിക്കും. അപ്പം അതാണ് സംഭവം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫേസ് ഹെയർ റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ 2 ഫേഷ്യൽ റേസേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴായാലും നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പം ഒരു അലോവേര ജെല്ല് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പിന്നെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ കുറേ ചാൻസസ് ഉണ്ട്. എനിക്ക് വന്ന അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഷെയർ ചെയ്യുന്നത്. അപ്പം നല്ലതുപോലെ ഞാൻ അലോവേര ജെല്ല് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഫേസ് ഹെയർ റിമൂവ് ആക്കുകയാണ്. എപ്പോഴും ഡൗൺവേർഡ്സ് വേണം നമ്മൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വീട്ടിലാണെങ്കിൽ ഞാൻ ഒറിജിനൽ അലോവേര യൂസ് ചെയ്യും. ഇവിടെ ഞാൻ വിൽവേയുടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്ലാറ്റിൽ അതിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നോർമൽ വാട്ടർ വെച്ചിട്ട് ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലൊന്നുമില്ല, ജസ്റ്റ് കടലപ്പൊടിയും കുറച്ച് കോഫി പൗഡറും പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞളും കൂടി ഇട്ടിട്ട് അത് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് സെറ്റാക്കി ഫേസിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ആക്ച്വലി ഇത് നല്ലൊരു ടാൻ റിമൂവൽ റെമഡിയാണ് കേട്ടോ. എനിക്ക് കോഫി പൗഡർ ബെസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ടാൻ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതുപോലെ എൻ്റെ ഫേസ് ടാൻ അടിച്ചിരുന്നപ്പോൾ ഞാൻ ഓർത്തത് ചെയ്യാതെ. പിന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇടുമ്പം അത് ഭയങ്കര വൃത്തികേടായിരിക്കും. ആ മേക്കപ്പ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ നല്ലോണം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴായാലും മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. സോ അതുകൊണ്ടാണ് അത് ഡെഡ് സ്കിൻസിനും റിമൂവ് ആക്കാം. അത് വൺസ് ഇൻ എ മന്ത് ഒക്കെ ചെയ്യുന്നത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ ആ ഫേസിന് ഒരു റിഫ്രഷ്മെൻറ്റും ഒരു ഫ്രഷ്നെസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്കൊക്കെ നമ്മുടെ സ്കിന്നിനൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗുഡ് വൈബ്സിനെ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പീൽ ഓഫ് മാസ്ക് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. സോഫാർ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നില്ല. ഞാൻ വാവിൻ്റെ പീൽ ഓഫ് മാസ്കും ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്തിരുന്നു. എനിക്കത് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടിരുന്നില്ല. പക്ഷേ ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു സംഭവം അഫോർഡബിൾ ആണ്, അറ്റ് ദ സെയിം ടൈം എഫക്റ്റീവ് ആണ്. അപ്പോൾ ഞാൻ ഫേസ് ഫുൾ ഇട്ടില്ല, ഞാൻ നോസിൽ മാത്രം ഇട്ടു. കാരണം ഇത് ഉണങ്ങാൻ തന്നെ നല്ല ടൈം എടുക്കും, എനിക്ക് അത്ര ടൈമില്ല രാവിലെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോസിൽ മാത്രം ഇട്ട് ഇൻ കേസ് എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ റിമൂവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതൊന്ന് ഡ്രൈ ആവുന്ന ടൈമിൽ ഞാൻ നെയിൽ പോളിഷ് ഒന്ന് സെറ്റ് ചെയ്യാണ്. ഓൾറെഡി എൻ്റെ നെയിൽസിൽ കുറച്ച് ബ്രോക്കൺ ആയിട്ടുള്ള നെയിൽ പോളിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു ലാക്മേയുടെ നെയിൽ പോളിഷ് റിമൂവറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാസ്ലറിൻ്റെ ഒരു റെഡ് കളർ നെയിൽ പോളിഷാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഹെയർ ഒന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കയ്യിലെ ഹെയറൊക്കെ റിമൂവ് ആക്കി. പിന്നെ ജസ്റ്റ് ഫേസ് മാസ്ക് അതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ. പിന്നെ ഞാൻ എന്താ ചെയ്തത്, നെയിൽ പോളിഷ് ഇട്ടിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഫുൾ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പാർലറിൽ പോയിട്ട് സാരി ഉടുക്കണം, ജസ്റ്റ് റെഡി ആവണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ക്ലിപ്പ് എടുക്കാം കേട്ടോ, പക്ഷെ എത്ര എടുക്കും എന്നൊന്നും എനിക്കറിയില്ല. ടെൻഷൻ കാണുമേ, മൈൻഡൊക്കെ ബ്ലാങ്ക് ആവാൻ തുടങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.
അങ്ങനെ ഫുൾ റെഡി ആയിട്ട് ഞാൻ നേരെ പാർലറിൽ പോവാണ്. ഇപ്പോൾ ഒരു ഊബർ വിളിച്ചു. അങ്ങനെ ഊബറിൽ ഞാനൊരു 10 o'clock ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ പാർലറിലെത്തി. ഇത് കഴക്കൂട്ടത്തുള്ളൊരു അശ്വതി ബ്യൂട്ടി പാർലറിലാണ്. അവിടെ ചെന്നു. ഞാൻ സാരിയൊക്കെ സെറ്റാക്കി അതിനുശേഷം മേക്കപ്പൊക്കെ ഇട്ടു. എല്ലാം ഷടപടേന്നായിരുന്നു. അപ്പോൾ തന്നെ 12 മണിയായി, 12:45 എന്തോ ആയി. പിന്നെ എനിക്ക് ഹെയർ സെറ്റ് ചെയ്യണമായിരുന്നു. ഞാനതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോയിട്ടാണ് ചെയ്തത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഓട്ടോ ആയിരുന്നു. ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പ്രാക്ടീസ് സെഷനൊക്കെ കഴിഞ്ഞു. എനിക്ക് എൻ്റെ ചെസ്റ്റ് നമ്പർ കിട്ടി. I'm 19 ആൻഡ് അങ്ങനെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. ആക്ച്വലി എനിക്കിതൊക്കെ എൻ്റെ ഓൺ വോയിസ് ചെയ്യാതെ ഇതിൻ്റെ ഇടണം എന്നുണ്ടായിരുന്നു. ഞാൻ അപ്ലോഡാക്കി നോക്കിയപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്, കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു. ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് അവിടെ ഇരുന്നത് ഗൈസ്. എനിക്കറിയില്ല, ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ടായി സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ്. എനിക്ക് അറിയില്ല, ആ ഒരു ഫീൽ എന്തോ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ, സോ താങ്ക്ഫുൾ ടു ടെക്നോപാർക്ക് ഫോർ ഗിവിംഗ് സച്ച് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ മീ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെക്നോപാർക്കിൽ തന്നെ കുറേ വർഷമായിട്ട് സെക്യൂരിറ്റി ആയിട്ടുള്ളൊരു ചേട്ടനുണ്ടായിട്ടോ. സോ ആ ചേട്ടനെ നമ്മൾ ആദരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കണ്ടിട്ടുണ്ടാകും കൂടുതൽ പേരും നമ്മുടെ തേജസ്വിനി ബിൽഡിങ്ങിൻ്റെ ആ സൈഡിലാണ് ചേട്ടനുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഫൈനലിസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഫങ്ഷൻ പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഓൾസോ ഗോട്ട് ദ വൺ. ആൻഡ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഷോക്കേസിലൊക്കെ വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ വൺ ദാറ്റ് ഐ റിസീവ്ഡ്. ദെൻ പിന്നെ നമ്മുടെ റാം വോക്ക് തുടങ്ങി. ഇപ്പം ഇതായിരുന്നു, ഞാൻ കണ്ടില്ലേ എൻ്റെ ഫസ്റ്റ് റാം വോക്കാണ് ഗൈസ്. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഇടണം എന്നുണ്ടായിരുന്നു, കാരണം ആ കയ്യടിയൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാനതൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാം അമ്മാതിരി ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ നടക്കുന്നതും എല്ലാം. കാരണം എൻ്റെ കൂടെ വന്നിട്ടിരിക്കുന്നവരൊക്കെ നല്ല സുന്ദരിമാരും അവർക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവരൊക്കെ നടക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു അവരുടെ ആ ഒരു കോൺഫിഡൻസും അവർ നടക്കുന്ന രീതിയൊക്കെ. സോ എനിക്കും അങ്ങനെ ആവണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാനും അവിടെ പോയിരുന്നത്. ആൻഡ് ദിസ് വാസ് മൈ ഫസ്റ്റ് റാം വാക്ക് ഇൻ മൈ ലൈഫ് ദാറ്റ് ഐ വിൽ ചെറിഷ് ഫോർ എവർ, ബിക്കോസ് അത്രയ്ക്കും ഹാപ്പിയായിരുന്നു ഞാൻ. പിന്നെ അപ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഗേൾസ് മാത്രം, ഞങ്ങൾ സെക്കൻഡ് ബാച്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗേൾസ് മാത്രം ഇങ്ങനെ വാക്കിങ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നിൽക്കും, പിന്നെ ബോയ്സ് വരും, പിന്നെ നമ്മളൊരു കപ്പിൾ പോലെ പിന്നെ എൻട്രി ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫുൾ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്തിരുന്നത്. ആൻഡ് ഈ കൊറിയോഗ്രാഫിയൊക്കെ ഹെൽപ്പ് ചെയ്തത് പാർവതി ചേച്ചി. ആൻഡ് ചേച്ചിയും എൻ്റെ ക്വസ് ഗ്ലോബലിലെ സ്വന്തം ആളാണ്. സോ ചേച്ചി കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതൊക്കെ. ഞാനിങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പരതുന്നുണ്ടായി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ. ആൻഡ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കേട്ടോ, കുഴപ്പമില്ലാതെ ഞാൻ നടന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെയാണ് നടക്കുന്നതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ എനിക്ക് നടക്കാൻ പറ്റി. ആൻഡ് ഐ എം സോ ഹാപ്പി. ആ ഒരു നിമിഷം എനിക്കിപ്പോഴും ഓർക്കുമ്പം എനിക്ക് എന്നോട് തന്നെ വലിയൊരു അഭിമാനമായിരുന്നു കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ 15 കണ്ടസ്റ്റൻസിനെയും ഫൈനലിസ്റ്റിനെയും ഒന്ന് റാം വോക്ക് വേണമെന്ന് പറഞ്ഞു. അത് സ്പോട്ടിൽ പറഞ്ഞതായിരുന്നു. ആൻഡ് ഐ ഓൾസോ ഡിഡ് ഇറ്റ് വെരി വണ്ടർഫുൾ, ഐ ഗസ്, ഐ ബിലീവ്. സോ അങ്ങനെ നടന്നു. പിന്നെ നമ്മൾ ലൈനപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ഓരോ റൗണ്ട് വെച്ചിട്ട് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് റാം വോക്ക് ഉണ്ടായി. ആൻഡ് റാം വോക്കും പിന്നെ സെൽഫ് ഇൻട്രോ പ്ലസ് എന്തെങ്കിലും ടാലൻറ്റ് നമ്മൾ ഷോ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞാൻ കയറിയത്. നല്ല നെഞ്ചെടുപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ കയറിയപ്പോൾ തന്നെ. എനിക്ക് എന്താ അറിയത്തില്ല, എനിക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ സ്റ്റക്കായിപ്പോയി. എൻ്റെ പല്ല് പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ലാതെ ഞാൻ നടന്നിട്ടുണ്ടെന്ന് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായിട്ടോ. എനിവേ, ഇറ്റ്സ് സോ മെമ്മറബിൾ ഫോർ മീ ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഗോഡ്. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ നമുക്ക് സെൽഫ് ഇൻട്രോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പറ്റിയിട്ടൊക്കെ പറയണം. ഞാൻ ഇതെല്ലാം ആക്ച്വലി എൻ്റെ തലേന്ന് രാത്രി നൈറ്റാണ് നോക്കുന്നതൊക്കെ. ഭയങ്കര റഷായിരുന്നു. എനിക്ക് ബ്ലൗസ് പോലും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പുറകെ പോവായിരുന്നു ഞാൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ഭാവന. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ കായംകുളം കൊച്ചുണ്ണിയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അല്ലേ? അതെ, ആ കായംകുളം കൊച്ചുണ്ണിയുടെ സ്വന്തം നാടായ കായംകുളമാണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ 3 വർഷക്കാലമായി ക്വസ് ഗ്ലോബലില് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. മുട്ടിട്ട് വരുന്നൊരു കുഞ്ഞു യൂട്യൂബർ കൂടിയാണ് ഞാൻ. കൂടാതെ എനിക്കൊരു കുട്ടി ബിസിനസ്സും ഉണ്ട്. നൃത്തം അതെനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഞാൻ എൻ്റെ നൃത്തത്തിന്റെ ഒരു ഭാഗം ഇവിടെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഈ ഒരു പരിപാടി എനിക്ക് തന്നെ കൊടുത്ത ഒരു ചലഞ്ച് ആയിരുന്നു. ഇന്ന് ഈ നിമിഷം ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. എന്നെ കൊണ്ട് ഇത്രയും സാധിച്ചല്ലോ എന്നോർത്തിട്ട്.
ഇന്ന് എന്റെ കൂടെ മത്സരിക്കാൻ വന്നിരിക്കുന്ന എല്ലാ സുന്ദരന്മാർക്കും സുന്ദരിമാർക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു. അപ്പൊ ഞാൻ അടുത്തതായിട്ട് എൻ്റെ ഒരു ഡാൻസ് ആണ് ചെയ്യുന്നത്. എഗെയിൻ ഗൈസ്, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഞാൻ ഈ ഒരു സോങ്ങും റിമൂവ് ആക്കിയിട്ടുണ്ട്. ബട്ട് ഡോണ്ട് വറി, ഞാൻ ഇത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. അപ്പം ഇതും ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആണ് കേട്ടോ സ്റ്റെപ്സും ഒക്കെ സെറ്റാക്കിയത്. സ്റ്റെപ്സ് ഒക്കെ കയ്യിൽ നിട്ടതാണ്. ഡാൻസിലൊക്കെ ചെയ്യാൻ പറ്റി. ഇപ്പോൾ വീണ്ടും കുറേ പ്രോഗ്രാംസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്ത് കയറി വരുന്നുണ്ട്. இந்த விழாவில் என்ன கூப்பிட்டதுக்கு ரொம்ப நன்றி, வணக்கம். Wishing you all the very best for all the Kerala Manga and Kerala Sriman. Wishing you all the very best. Thank you. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതാണ് ആക്സിഡൻസ്. അപ്പം എന്താണ് beautiful skin you've got, and I would love to shoot you, but for Viva Village on stage offer ആണ് കിട്ടിയിരിക്കുന്നത്. Congratulations Bhavana. ശോഭ തന്നെ ആ ഒരു ടൈറ്റിൽ ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുക. Thank you so much. Congratulations. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫൈനലി അറൌണ്ട് 10:30 ഒരു 11 ഒക്കെ ആയിട്ടുണ്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ. നേരെ ഫ്ലാറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് എൻ്റെ ഫസ്റ്റ് റാം വോക്ക് ആൻഡ് എൻ്റെ മലയാളി മംഗ കോമ്പറ്റീഷൻ എന്നിവിടെ കഴിഞ്ഞു. ആൻഡ് ഐ ഗോട്ട് എ സ്പെഷ്യൽ സബ് ടൈറ്റിൽ ഫോർ ദ ബെസ്റ്റ് സ്കിൻ. അത് ജഡ്ജസ് അപ്പം എടുത്തൊരു അവാർഡായിരുന്നു. ആൻഡ് ഫൈനലി ഐ ഗോട്ട് ഇറ്റ് ലൈക്ക്. ആൻഡ് വേറെ സർപ്രൈസ് കാര്യങ്ങളുണ്ട്, അത് ഞാനെല്ലാം സെറ്റായിട്ട് പറയാം, റിവീൽ ചെയ്യാം. ഓക്കെ, സോ ഐ എം സോ ഹാപ്പി. ഞാൻ എൻ്റെ റോം വോക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇത്രയും നന്നായിട്ട് നടക്കുമെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഐ വാസ് സോ ഹാപ്പി ടുഡേ. ഐ ഫീൽ നമ്മളെന്തോ ഒന്ന് നേടിയെടുത്തുന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതുണ്ട്. സോ ഇനിയിപ്പോൾ എന്താ, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം, ഇത് ഫുൾ അഴിക്കണം. ഞാൻ ഓർണമെൻറ്റ്സ് എല്ലാം ഒഴിച്ച് പാക്ക് ചെയ്തു, കാരണം അത് റെൻറ്റഡ് ആയിരുന്നുകൊണ്ട് തിരിച്ച് നാളെ കൊടുക്കണം അവർക്ക്. അപ്പോൾ ഇനി മേക്കപ്പ് റിമൂവ് ചെയ്യണം, സാരി എല്ലാം റിമൂവ് ചെയ്യണം. എനിവേ ഐ ലവ് ദിസ് ബ്ലൗസ് ആക്ച്വലി. ഇത് റെഡിമെയ്ഡാണ്, ഇവിടെ കഴക്കൂട്ടത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അവിടെ തന്നെ ഞാൻ ഓർഡർ ചെയ്തെടുത്തു ആക്ച്വലി. സോ ഇറ്റ് ഈസ് എ നൈസ് വൺ, ഐ ലവ് ഇറ്റ് ആക്ച്വലി. അപ്പോൾ എന്തായാലും ഇനി ഇതെല്ലാം ക്ലീൻ സെറ്റ് കിടക്കണം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പം വെയിറ്റ് ആദ്യമായിട്ടുള്ള ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ഇറ്റ്സ് മീ ഭാവന ഭവൻ സൈനിങ് ഓഫ്. അപ്പോൾ ഓക്കെ, ബൈ.